അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഫിനാൻഷ്യൽ ഡയറീസിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഒരാളുടെ ജീവിതത്തിൽ സാമ്പത്തിക ബാധ്യതകൾ അല്ലെങ്കിൽ കടം ശീലമാകുന്നത് എങ്ങനെയെന്ന് ഞാൻ ആദ്യമായിട്ട് കടം വാങ്ങുന്നത് ഔദ്യോഗിക വിദ്യാഭ്യാസം എനിക്ക് ജീവിതത്തിൽ വളരെ കുറച്ച് മാത്രമേ പഠിക്കാൻ പറ്റൂ. അതേസമയം പഠിക്കാനുള്ള ത്വര ജീവിതത്തിൽ ഉടനീളം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ മതപഠനം നടത്തുന്ന റെസിഡൻഷ്യൽ സ്ഥാപനത്തിൽ നിന്നാണ് ആദ്യമായിട്ട് ഒരു വലിയ സംഖ്യ, അന്നത്തെ കാലത്തൊരു വലിയ സംഖ്യ കടം വാങ്ങുന്നത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അതൊരു 750 രൂപയാണ്. അത് വാങ്ങിയത് എന്തിനാന്ന് വെച്ചാൽ അന്ന് ഒരു ട്രെൻഡിങ് ആയിക്കൊണ്ടിരുന്ന ഒരു പുസ്തകമുണ്ട് ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ട്. ഇംഗ്ലീഷ് പഠിക്കാൻ ഒരു ഫോർമുല എന്നാണ് അതിൻ്റെ പേര് എന്നാണ് ഞാൻ ഓർക്കുന്നത്. ആ പുസ്തകം വാങ്ങാൻ വേണ്ടിയിട്ട് എനിക്കന്ന് എന്തൊരു ഓഫർ പ്രൈസാണത്. 750 രൂപയുടെ പുസ്തകം 450 350 അങ്ങനെ എന്തോ ആണോ, അല്ല ഇനി 1000-ൻ്റെ മുകളിലുള്ള പുസ്തകം 750 ആണോ എന്ന് എനിക്കറിയില്ല. ഓഫർ തീരാനിരിക്കുകയാണ്. അപ്പോൾ എനിക്കത് പെട്ടെന്ന് വാങ്ങിയേ തീരും. അപ്പം അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു ഇസ്മായിൽ എന്ന് പറയുന്ന ഒരു കൂട്ടുകാരൻ്റെ കയ്യിൽ നിന്ന് 750 രൂപ കടം വാങ്ങി. അത് പിന്നീട് തിരിച്ചു കൊടുത്തു. പറഞ്ഞു വന്നത്, ആ ഒരു സംഖ്യ വാങ്ങുന്നതോടുകൂടി നമുക്ക് രണ്ട് കാര്യങ്ങളാണ് പെട്ടെന്ന് നടക്കുന്നത്. ഒന്ന്, ആ പുസ്തകം എനിക്ക് പെട്ടെന്ന് കിട്ടുക എന്നുള്ളൊരു സന്തോഷം കിട്ടുന്നുണ്ട്. അതേസമയം എൻ്റേതല്ലാത്തൊരു പൈസ കൊടുത്തിട്ടാണ് ഞാൻ വാങ്ങുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ നഷ്ടപ്പെടുക എന്ന ഒരു പെയിൻ ആ സമയത്ത് ഞാൻ അനുഭവിക്കുന്നില്ല. മറ്റൊരാളുടെ പൈസക്കാണ് വാങ്ങുന്നത്. പുസ്തകം കിട്ടുക എന്നുള്ളൊരു സന്തോഷം അതിൻ്റെ കൂടെ കിട്ടുകയും ചെയ്യുന്നു. അപ്പോൾ ഒരു പെയിൻ അങ്ങോട്ട് കൊടുക്കാതെ ഒരു ഹാപ്പിനെസ് ഇങ്ങോട്ട് കിട്ടുകയാണ്. പലപ്പോഴും നമ്മളൊക്കെ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. പിന്നീടും ജീവിതത്തിൽ പല ഘട്ടങ്ങളിൽ അത് സംഭവിച്ചിട്ടുണ്ട്. നമുക്കൊരു പുതിയ ഫോണ് വാങ്ങണം എന്നുണ്ടെങ്കിൽ ഒരു പണം ഉണ്ടാക്കി ആ ഫോണിലുള്ള ക്യാഷ് പണം സമ്പാദിക്കുന്ന സമയം വരെ വെയിറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചൊരു പെയിനാണ്. ആ ഒരു പെയിന് ഒഴിവായി കിട്ടണമെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഫോൺ കിട്ടണം. നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടാവില്ല, പണം ഉണ്ടാവില്ല. അപ്പം നമ്മൾ ചെയ്യും ബൈ നോ പേ ലേറ്റർ. ഇപ്പം നമുക്ക് സാധനം വാങ്ങാം, പിന്നീട് പണം അടക്കുക എന്നുള്ള രീതി സ്വീകരിക്കും. നമ്മുടെ ബ്രെയിൻ എപ്പോഴും അങ്ങനെയാണ്. സന്തോഷമുള്ള കാര്യത്തിന് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഏതൊരു വസ്തു വാങ്ങാൻ തീരുമാനിച്ചു കഴിഞ്ഞാലും നമുക്ക് ബൈ നോ പേ ലേറ്റർ എന്നുള്ളൊരു സിസ്റ്റത്തിലേക്കാണ് ഈ കടം വാങ്ങി ശീലമുള്ള ആൾക്കാരെ ബ്രെയിന് നമ്മളെ കൊണ്ടെത്തിക്കുക. ശരീരത്തിനും മനസ്സിനും സുഖമുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബ്രെയിൻ നമ്മോട് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുക. അല്ലാത്ത കാര്യങ്ങളൊക്കെ നിരാകരിക്കും. നിങ്ങൾ നാളെ രാവിലെ 5 മണിക്ക് എണീക്കണം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മൾ അലാറമൊക്കെ സെറ്റ് ചെയ്ത് കിടന്ന് രാവിലെ അലാറം റിങ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബ്രെയിൻ അത് നിരാകരിക്കും. അതൊരു സുഖമില്ലാത്ത കാര്യമാണ് രാവിലെ എണീക്കുക എന്നുള്ളത്. എന്നതുപോലെ ഈ കടം വാങ്ങി ശീലമുള്ള ആളുകൾക്ക് എന്ത് സാധനം അല്ലെങ്കിൽ എന്ത് പ്രൊഡക്റ്റ് അവരുടെ ജീവിതത്തിൽ കിട്ടണമെന്നുണ്ടെങ്കിലും അവർ മറ്റുള്ളവരിൽ നിന്ന് കടം വാങ്ങുകയോ അല്ലെങ്കിൽ ലോൺ അല്ലെങ്കിൽ EMI സംവിധാനത്തെ ആശ്രയിക്കുകയോ ചെയ്യും. കാരണം പെട്ടെന്ന് ഹാപ്പിനെസ് കിട്ടുക എന്നുള്ളതാണ്, സന്തോഷം പെട്ടെന്ന് കിട്ടുക. അതിനങ്ങോട്ട് പെയിന് കൊടുക്കാനും പറ്റില്ല. ഇവിടെ സംഭവിക്കുന്നത് എന്താന്ന് വെച്ചാൽ, ഈ ഒരു പെയിൻ ഉണ്ടല്ലോ, നമുക്കൊരു ആവശ്യം, ഒരു പ്രൊഡക്റ്റ് ആവശ്യമാണ് നമ്മുടെ ലൈഫിൽ. അത് ആ ഒരു സന്തോഷം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മറ്റുള്ള ഒരാളിൽ നിന്ന് കടം വാങ്ങി. അപ്പോൾ ആ സന്തോഷം നമുക്ക് കിട്ടി, കടം അവിടെ ബാക്കിയായി. പിന്നീട് ഈ കടത്തിൻ്റെ സമയം എത്തുന്ന സമയത്താണ് നമുക്കൊരു പെയിൻ വരുന്നത്. അയാൾ കടത്തിൻ്റെ ക്യാഷ് തിരിച്ചു ചോദിക്കും. അപ്പം നമുക്ക് അത് വീട്ടണം. ആ വീട്ടുക എന്നതാണ് മറ്റൊരു സന്തോഷം. അപ്പം അതിനു വേണ്ടി നമ്മൾ ആദ്യം നമുക്കൊരു പെയിൻ വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഒരു ആവശ്യം വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? മറ്റൊരാളിൽ നിന്ന് കടം വാങ്ങിയല്ലേ ചെയ്തത്. അതേ സ്ട്രാറ്റജി നമ്മൾ ഇവിടെ ഉപയോഗിക്കും. അതായത് ആ പണം കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മറ്റൊരാൾ, നമ്മളെ ബ്രെയിൻ അതാണ് പറയുക, പണം അധ്വാനിച്ച് സമ്പാദിച്ച് പണം കടം തിരിച്ചു കൊടുക്കുന്നതിനപ്പുറം ബ്രെയിൻ പറയും ഏറ്റവും എളുപ്പമുള്ള മാർഗം മറ്റൊരാളിൽ നിന്ന് വാങ്ങുക, ആദ്യത്തെ ആളുടെ കടം വീട്ടുക.
ആദ്യത്തെ ആളുടെ കടം വീട്ടാൻ വേണ്ടി നമ്മൾ പണം വാങ്ങുന്ന സമയത്ത് പലപ്പോഴും നമ്മുടെ മറ്റ് ചില ചില്ലറ ആവശ്യങ്ങൾ ഉണ്ടാവും. അതിനു വേണ്ടി കൂടിയുള്ള കടം, ഏതായാലും കടം വാങ്ങുകയല്ലേ, അപ്പൊ അതിനു കൂടിയുള്ള കടം അതിന്റെ കൂട്ടത്തിൽ അങ്ങ് വാങ്ങാമെന്ന് തീരുമാനിക്കും. ഇപ്പൊ ആദ്യത്തെ ആളുടെ കടം വീട്ടുമ്പോൾ നമുക്കൊരു ഹാപ്പിനെസ് കിട്ടും. രണ്ടാമത്തെ ആളിൽ നിന്ന് കടം വാങ്ങുന്ന സമയത്തും ആ പണം നമ്മുടെ കയ്യിലേക്ക് വരുന്ന സമയത്തും നമുക്കൊരു സന്തോഷം കിട്ടും. പിന്നീട് മൂന്നാമത് സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ, രണ്ടാമത് കടം വാങ്ങിയ ആള് കടം തിരിച്ചു ചോദിക്കുന്ന സമയത്ത് നമ്മൾ ഇതേ സ്ട്രാറ്റജിയാണ് ജീവിതത്തിൽ കൊണ്ടുവരുന്നത്. ഇങ്ങനെ ഒരാളുടെ കടം അയാൾക്ക് ശീലമായി അവസാനം എവിടെ നിന്നും കടം കിട്ടാത്തൊരവസ്ഥയിലെത്തും. ബന്ധങ്ങളിൽ നിന്നോ കൂട്ടുകാരിൽ നിന്നോ നാട്ടുകാരിൽ നിന്നും കിട്ടാത്തൊരവസ്ഥ. അപ്പോഴാണ് പല ആളുകൾക്കും ബോധം തെളിയുക, ഞാൻ വലിയൊരു കടക്കണിയിലാണ് പെട്ടിരിക്കുന്നത് എന്നുള്ളത്. കടം ഒരാളിലേക്ക് ശീലമാകുന്നതിന് വേറെയും ചില എലമെന്റുകളുണ്ട്. അത് ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യാം.